നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് ആൾമോസ്റ്റ് എവരിവെയർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതായത് ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ ആൾമോസ്റ്റ് എവരിവെയർ പ്രോപ്പർട്ടി എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ്റെ മെഷർ 0 ആയിരിക്കും എന്നുള്ളതാണ്. അതിന് എക്സാമ്പിളായിട്ട് ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ നോക്കിയിരുന്നു. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ റെയിൽ ലൈൻ ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ആർ എന്ന് പറഞ്ഞ അർത്ഥം കണ്ടിന്യൂസ് അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ മെഷർ 0 ആണെന്നാണ്. ഇവിടെ കണ്ടിന്യൂസ് അല്ലാത്തത് ഇൻറ്റിജേഴ്സിലാണ്. ഇൻറ്റിജേഴ്സിൻ്റെ മെഷർ 0 ആണ്. ദാറ്റ് മീൻസ് അവർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയാം. ഓക്കെ. അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയാം. കാരണം 0 എന്ന പോയിന്റിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ അല്ലാത്തുള്ളൂ മോഡുലസ് ഫംഗ്ഷൻ. 0 എന്ന ഒരു സിംഗിൾട്ടൺ സീറോയുടെ മെഷർ ഫൈനൈറ്റ് സെറ്റാണ്. അത് ഓൾറെഡി കൗണ്ടബിൾ ആണ്, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മെഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതും അതുപോലെ പറയാവുന്നതാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ബോറൽ കാൻഡലീലം. ഈ ആൾമോസ്റ്റ് എവർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന റിസൾട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് തന്നിരിക്കുന്നു. ലെറ്റ് us given a countable collection of measurable sets EK such that their summation സിഗ്മ ഓവർ കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് ഇ കെ ഈസ് ഫൈനൈറ്റ്. അല്ലെങ്കിൽ കൺവേർജൻറ്റ്. ആ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസിനകത്തുള്ള ടോട്ടൽ പോയിൻറ്റ്സ് ആദ്യത്തെ സെറ്റുകളിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ സെറ്റുകളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ ബിലോങ്സ് ടു അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ഓഫ് ഇ കേസ്. അതായത് തുടക്കത്തിലുള്ള സെറ്റുകളിലായിരിക്കും. അവസാനം ആകുമ്പോൾ ഉള്ള സെറ്റുകളുടെ പോയിൻറ്റിലൊക്കെ വളരെ കുറച്ചുണ്ട്. അത് ഏതൊരു സീരീസിൻ്റെയും കൺവേർജൻസ് പറയുമ്പോൾ അവസാനമുള്ളത് ആ സീരീസിൻ്റെ കൺവേർജൻസിനെ ബാധിക്കില്ല എന്ന് മാത്രമല്ല ടോട്ടൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല അധികമായിട്ട്. ഓക്കെ. സ്ലൈറ്റായിട്ട് അഫക്റ്റ് ചെയ്യുള്ളൂ, കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ കളക്ഷൻ ഈ കേസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണെന്നും ആ സീരീസ് കൺവേർജൻ്റ് ആണെന്നും പറഞ്ഞു. ഓക്കെ. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അവസാനത്തിലൊന്നും പോയിൻറ്റ്സ് വലിയ കാര്യമില്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ലെറ്റ് F1 ഈക്വൽ ടു ആ സെറ്റുകളുടെ എല്ലാവരും ഹോൾ യൂണിയൻ എടുത്തു. n ഈക്വൽ ടു 1 to infinity EK. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സെറ്റ് മുതൽ. അപ്പോൾ ഞാൻ F2ൽ ആദ്യത്തെ സെറ്റിനെ ഒഴിവാക്കി. F3ൽ ആദ്യത്തെ 2 സെറ്റുകളെ ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുക. F5ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 സെറ്റുകളെ ഞാൻ ഒഴിവാക്കും. Fnൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ n-1, അതായത് ഇപ്പോൾ F10 ആണെങ്കിൽ E1 E2 എക്സെട്ര E9 വരെയുള്ള ഒഴിവാക്കിയിട്ട് ബാലൻസ് യൂണിയൻ. ഓക്കെ. ദാറ്റ് മീൻസ് Fn ഈസ് ഈക്വൽ ടു യൂണിയൻ ഓവർ കെ വേരീസ് ഫ്രം n to infinity EK. ഇനി നമുക്കറിയാം ഇവിടെ F1 ആണ് ഏറ്റവും വലിയ സെറ്റ്. മുഴുവൻ സെറ്റുകളുടെ യൂണിയനാണ്. F2 കുറച്ച് ചെറുതാണ്. അപ്പോൾ F1 കണ്ടെയ്ൻസ് F2 കണ്ടെയ്ൻസ് എക്സെട്ര. ഇനി യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് അഗൈൻ മെഷറബിൾ ആണ്. ദാറ്റ് മീൻസ് ഈച്ച് Fi ഈസ് മെഷറബിൾ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഡിസെൻഡിങ് കണ്ടീഷൻ. ഡിസെൻഡിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് കൗണ്ടബിൾ കളക്ഷനാണ്. ഓക്കെ. ഇനി മെഷർ ഓഫ് F1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെഷർ ഓഫ് യൂണിയൻ n ഈക്വൽ ടു 1 to infinity EK. മെഷർ ഓഫ് ദി യൂണിയൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ ബൈ സബ് അഡിറ്റിവിറ്റി. പക്ഷേ സമ്മ് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞത് ദാറ്റ് മീൻസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അത് ഫൈനൈറ്റ് ആണ്. അപ്പോൾ മെഷർ ഓഫ് F1 ഫൈനൈറ്റ് ആണ്. അപ്പോൾ മെഷർ ഓഫ് F1 ഫൈനൈറ്റും ഡിസെൻഡിങ് കണ്ടീഷനും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് ലെബേക്ക് മെഷർ എന്ന് പറയുന്ന തിയറം 15ലെ സെക്കൻഡ് പാർട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? മെഷർ ഓഫ് ദി ഇൻ്റർസെക്ഷനും ലിമിറ്റ് ഓഫ് ദി മെഷറും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity Fn ഈക്വൽ ടു ലിമിറ്റ് ഇൻറ്റൻഷൻ ഇൻഫിനിറ്റി മെഷർ ഓഫ് Fn എന്ന് പറയാം. ഓക്കെ. ഇനി Fൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും ലിമിറ്റ് ഇൻറ്റൻഷൻ ഇൻഫിനിറ്റി മെഷർ ഓഫ് യൂണിയൻ ഓവർ കെ വേരീസ് ഫ്രം n to infinity EK. ഇനി മെഷർ ഓഫ് ദി യൂണിയൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ ആണ് നമുക്കറിയാം. ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻറ്റൻഷൻ ഇൻഫിനിറ്റി സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് EK. അപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ലിമിറ്റ് ഇൻറ്റൻഷൻ ഇൻഫിനിറ്റി മെഷർ ഓഫ് En ആയി മാറുന്നത് അല്ലേ? പക്ഷേ നമുക്കറിയാം ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ nth ടേം ടെൻസ് ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം ടെസ്റ്റ് പ്രകാരം മെഷർ ഓഫ് Enൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity Fn ഈക്വൽ ടു 0. അതിനർത്ഥം ഹോൾ യൂണിയൻ്റെ എല്ലാ സെറ്റുകളുടെയും F1ൻ്റെയും F2ൻ്റെയും ഒക്കെ ഇൻ്റർസെക്ഷൻ എടുക്കും. ഇപ്പോൾ F1 ഇൻ്റർസെക്ഷൻ F2 പറഞ്ഞാൽ F2 ആണ്. F1 ഇൻ്റർസെക്ഷൻ F2 ഇൻ്റർസെക്ഷൻ F3 പറഞ്ഞാൽ F3 ആണ്. അതായത് അവസാനത്തെ സെറ്റുകളായി മാറുകയാണ്. ഹോൾ ഇൻ്റർസെക്ഷൻ പറഞ്ഞാൽ അവസാനമാകുമ്പോൾ മെഷർ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോയിൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണെന്ന് അർത്ഥം. പോയിൻ്റ് ഇല്ല എന്നല്ല അർത്ഥം,
നെഗ്ലിജിബിൾ ആണ്. അത് ടോട്ടൽ മെഷറിനെ ബാധിക്കുന്നില്ല. മെഷറിനെ ബാധിക്കണമെങ്കിൽ മെഷർ വാല്യൂ നോൺ സീറോ ആയിരിക്കണം. ഇവിടെ ഈക്വൽ ടു സീറോ കിട്ടണം, അപ്പം ബാധിക്കുന്നില്ല. അപ്പോൾ അതാണ് ഈ ബോറൽ കാൻഡൽ ലെമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സീരീസിൻ്റെ കൺവേർജൻസ് അകത്ത് തുടക്കത്തിലുള്ളവരനാണ് ഇമ്പോർട്ടൻസ് എന്നാണ് ബോറൽ കാൻഡൽ ലെമ്മ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെബേക്ക് മെഷറിന് കൗണ്ടബിൾ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഉള്ളതുപോലെ തന്നെ ഫൈനൈറ്റ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് മെഷർ ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത്, ഫൈനൈറ്റ് യൂണിയൻ എന്ന് പറയുന്നത് സം ഓഫ് ദി മെഷർ ആയിരിക്കും. മോണോട്ടോണിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ എക്സെഷൻ പ്രോപ്പർട്ടി, അതായത് എയും ബിയും മെഷറബിൾ വിത്ത് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് മെഷർ ഓഫ് എ ഈസ് ഫൈനൈറ്റ്. ദെൻ മെഷർ ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു മെഷർ ഓഫ് ബി മൈനസ് മെഷർ ഓഫ് എ. എം സ്റ്റാർ എന്ന് പറയുന്ന പോലെ തന്നെ അത് എമ്മിനും അവൈലബിൾ ആണ്. ഇനി കൗണ്ടബിൾ മൊണോട്ടോണിസിറ്റി, അതായത് നമുക്ക് മൊണോട്ടോണിക് പ്രോപ്പർട്ടിയും സബഡിറ്റിവിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കൗണ്ടബിൾ മൊണോട്ടോണിക് എന്ന് പറയുന്നത്. ഈ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഇ കെ, ദെൻ മെഷർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ദി യൂണിയൻ. മെഷർ ഓഫ് ദി യൂണിയൻ ഓൾറെഡി ലെസ് ആർ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മൊണോട്ടോണിസിറ്റിയെയും കൗണ്ടബിൾ സബഡിറ്റിവിറ്റിയും മിക്സായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഈ എക്സസൈസ് പാർട്ടുകൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളത് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 2.6. അത് നോൺ മെഷറബിൾ സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആദ്യം എന്താണ് പവർ സെറ്റ് എന്ന് പറഞ്ഞു, അതൊരു സിഗ്മ ആൾജിബ്ര ആവുന്നുണ്ട്. അതുപോലെ സെറ്റ് ഓഫ് ഓൾ മെഷറബിൾ സെറ്റ്സ്, സ്ക്രിപ്റ്റ് എം വേറൊരു സിഗ്മ ആൾജിബ്രയാണ്. സെറ്റ് ഓഫ് ഓൾ പവറൽ സെറ്റ്സ് ഒരു സിഗ്മ ആൾജിബ്രയാണെന്ന് പറഞ്ഞു. ബി സബ് സെറ്റ് ഓഫ് എം സബ് സെറ്റ് ഓഫ് പി ഓഫ് ആർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചിരുന്നു, ചില മെഷറബിൾ സെറ്റ്സ് ചില റിയൽ നമ്പറിൻ്റെ സെറ്റുകൾ മെഷറബിൾ ആവണമെന്നില്ല. അതിനർത്ഥം എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റുകളാണ്. മെഷറബിൾ അല്ലാത്ത ചില സെറ്റുകളുണ്ട്. അത് പവർ സെറ്റിൻ്റെ എലമെൻ്റ് ആയിരിക്കും, പക്ഷേ സ്ക്രിപ്റ്റ് എമ്മിലെ എലമെൻ്റ് ആവില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് കുറേ റിസൾട്ടുകൾ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അതാണ് ലെമ്മ 16 പറയുന്നത്. അപ്പോൾ ലെമ്മ 16 വളരെ രസകരമായ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഒരു ബൗണ്ടഡ് മെഷറബിൾ സെറ്റ് ഈ തന്നിരിക്കും. ലെറ്റ് ഇ ബി എ ബൗണ്ടഡ് മെഷറബിൾ സെറ്റ് ആൻഡ് സപ്പോസ് ദർ ഈസ് എ ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലാംഡ ഫോർ വിച്ച്, അതായത് ഒരു ഇ എന്ന സെറ്റ് ബൗണ്ടഡ് മെഷറബിൾ സെറ്റാണ് നമ്മൾ പറഞ്ഞത്. ഈ ബൗണ്ടഡ് മെഷറബിൾ ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് സപ്പോസ് ദർ ഈസ് എ ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ബൗണ്ടഡുമാണ് കൗണ്ടബിളി ഇൻഫിനിറ്റുമാണ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഇൻ ഓപ്പൺ ഇൻട്രോൾ 0, 1 അത് ബൗണ്ടഡ് ആണ്. അതുപോലെ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്, അല്ലേ? ഓപ്പൺ ഇൻട്രോൾ 0, 1 കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ്. അങ്ങനെ ഒരു സെറ്റാണ് ലാംഡ. ഇനി എന്താ കണ്ടീഷൻ കൂടി തന്നിട്ടുള്ളത്? സച്ച് ദാറ്റ് ദ കളക്ഷൻ ട്രാൻസ്ലേറ്റ് ഓഫ് ഈ കളക്ഷൻ ഓഫ് ആൾ ലാംഡ പ്ലസ് ഇ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ, അതായത് ക്യാപിറ്റൽ ലാംഡയിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇയെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇപ്പോൾ ക്യാപിറ്റൽ ലാംഡയുടെ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ലാംഡ 1 ലാംഡ 2 എക്സെട്ര ഉണ്ട്. ഓരോന്നും ഉപയോഗിച്ചും ഇയെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ലാംഡ 1 പ്ലസ് ഇ ലാംഡ 2 പ്ലസ് ഇ എക്സെട്ര ആ കളക്ഷനാണ്. ആ കളക്ഷനിലെ സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇയുടെ മെഷർ 0 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൗണ്ടഡ് മെഷറബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് കൗണ്ടബിളി ഇൻഫിനിറ്റും ബൗണ്ടഡുമാണ്. അപ്പോൾ ആ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, അത് ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ഇൻട്രോൾ 0 കൊണ്ടുള്ള എക്സാമ്പിൾ മനസ്സിൽ ഓർക്കാൻ പറ്റുന്നതാണ്. റാഷണൽ നമ്പേഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, കൂടാതെ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. ഈ ഇയെ അതിലെ മെമ്പേഴ്സ് ഉപയോഗിച്ച് ലാംഡയിലെ മെമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളക്ഷൻ, അത് ഈ ഓരോ മെമ്പർ കൊണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുമ്പോൾ ഓരോ സെറ്റുകളാണ് കിട്ടുക. അപ്പോൾ ലാംഡ 1 പ്ലസ് ഇ എന്ന് പറഞ്ഞപ്പോൾ E1 എന്ന് പേര് കൊടുത്തു, ലാംഡ 2 പ്ലസ് ഇ E2 എന്ന് പേര് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന ആ സെറ്റുകൾ ഡിസ്ജോയിൻറ്റ് പെയർ വൈസ് ഡിസ്ജോയിൻറ്റ് ആണെങ്കിൽ മെഷർ ഓഫ് ഇ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ സപ്പോസ് ഇത് ഗിവൺ സെറ്റ് ബൗണ്ടഡ് മെഷറബിൾ ആണെന്നും അപ്പോൾ ലാംഡ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആൻഡ് ബൗണ്ടഡ് ആണെന്നും ആൻഡ് ദ ട്രാൻസ്ലേറ്റ്സ് ലാംഡ പ്ലസ് ഇ സച്ച് ദാറ്റ് ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ പെയർ വൈസ് ഡിസ്ജോയിൻറ്റും ആണെന്ന് സപ്പോസ് ചെയ്തു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് മെഷർ ഓഫ് ഇ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന കണ്ടീഷൻസ് യൂസ് ചെയ്യുകയാണ്. ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിൽ എല്ലാ എലമെൻറ്റിനെയും ഒരു ബൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഒരു മോഡുലസ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എവരി മെമ്പർ ഓഫ് ഇ സാറ്റിസ്ഫൈസ് എ കണ്ടീഷൻ ദാറ്റ് മോഡ് എക്സ് ലെസ് ആർ ഈക്വൽ ടു എം ഫോർ സം എം ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എം ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം എന്ന് ഓർക്കുക. ദർ എക്സിസ്റ്റ് ക്യാപിറ്റൽ എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എക്സ് ലെസ് ആർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഇ. ഇനി ക്യാപിറ്റൽ ലാംഡ കൗണ്ടബിൾ ആണ്, അപ്പോൾ അതിനൊരു എന്യൂമറേഷൻ ഉണ്ടാവും. സോ യു ക്യാൻ റൈറ്റ് ലാംഡ ആസ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര, സെറ്റ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര. ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് മീൻസ് ദർ ഈസ് എ ബൗണ്ട് capital M1 greater than 0 such that every member of capital lambda satisfies mod lambda I less than or equal to M1 for every I varies from 1 to etc. ഓക്കെ, ഒരു M1 എന്നോ M ഡാഷ് എന്നോ എന്തെങ്കിലും പേര് കൊടുക്കും. ദാറ്റ് മീൻസ്
ലാംഡ ഐ പ്ലസ് ഇയെ ക്യാപിറ്റൽ എം കൊണ്ടും ലാംഡ ഐയെ M1 കൊണ്ടും നമുക്ക് ബൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലാംഡ ഐ പ്ലസ് ഇ ക്യാൻ ബി ബൗണ്ടഡ് ബൈ M പ്ലസ് M1 ഫോർ ഈച്ച് ഐ വേരിയസ് ഫ്രം 1 to എക്സെട്ര. അപ്പോൾ എല്ലാ സെറ്റുകളെയും നമുക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എല്ലാ സെറ്റുകളെയും കോമൺ ബൗണ്ട് M പ്ലസ് M1 അല്ലെങ്കിൽ M പ്ലസ് M ഡാഷ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിയൻ എന്തായിരിക്കും? യൂണിയൻ ഓവർ ലാംഡ എലമെൻറ്റ് ഓഫ് ലാംഡ പ്ലസ് ഇ ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡയ്ക്ക് വേരിയേഷൻ ഉള്ളതുകൊണ്ട് യൂണിയൻ ഓവർ ഐ വേരിയസ് ഫ്രം 1 to ഇൻഫിനിറ്റി ലാംഡ ഐ പ്ലസ് ഇ എന്ന് എഴുതാം. ഓരോ സെറ്റിനും കോമൺ ബൗണ്ടാണ്. ദോർ യൂണിയനും ആര് തന്നെയായിരിക്കും? കോമൺ ബൗണ്ട് തന്നെയായിരിക്കും. M പ്ലസ് M1 ആക്ട് ആസ് എ ബൗണ്ട് ഫോർ ദാറ്റ് യൂണിയൻ. ഫോർ മെഷർ ഓഫ് ദി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദി മെഷറാണ്. അത് ജസ്റ്റ് അപ്ലൈ ചെയ്തു. പക്ഷേ മെഷർ ഓഫ് ദി ട്രാൻസ്ലേറ്റ് സെറ്റും സെയിം ആണ്. അതായത് മെഷർ ഓഫ് ഇയും മെഷർ ഓഫ് ഇ പ്ലസ് എക്സും സെയിം ആണ്, അല്ലെങ്കിൽ എക്സ് പ്ലസ് ഇയും സെയിം ആണ്. ഫോർ മെഷർ ഓഫ് ലാംഡ ഐ പ്ലസ് ഇ ഈക്വൽ ടു മെഷർ ഓഫ് ഇ ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മെഷർ ഓഫ് ദി യൂണിയൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മെഷർ ഓഫ് ഇ. ഓക്കെ, ഇനി നമുക്ക് ഇത് ബൗണ്ടഡ് ആണ്. സ്വാഭാവികമായിട്ട് യൂണിയൻ ഒരു ബൗണ്ടഡ് സെറ്റാണ്. ഏതൊരു ബൗണ്ടഡ് സെറ്റിൻ്റെയും മെഷർ ഫൈനൈറ്റ് ആയിരിക്കും. ഏതൊരു ബൗണ്ടഡ് സെറ്റ് എടുത്താലും അതിൻ്റെ മെഷർ മസ്റ്റ് ബി ഫൈനൈറ്റ് ആയിരിക്കും. അത് ആ സെറ്റ് മെഷറബിൾ ആവണമെന്ന് നിർബന്ധമില്ല. എം സ്റ്റാർ ആണ് ഉദ്ദേശിച്ചത്. എം സ്റ്റാർ വാല്യൂ മസ്റ്റായിട്ട് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മെഷറബിലിറ്റി ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഇതും എന്ത് തന്നെയായിരിക്കും? ഫൈനൈറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ മെഷർ ഓഫ് ദി യൂണിയൻ മസ്റ്റ് ബി ഫൈനൈറ്റ് ആണ്. അപ്പോൾ ദാറ്റ് സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് അർത്ഥം. സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to ഇൻഫിനിറ്റി മെഷർ ഓഫ് ഇ ഈസ് കൺവേർജൻ്റ്. അപ്പോൾ ഒരു സീരീസിലെ എല്ലാ ടേമും സെയിം ആണ്. എല്ലാ ടേമും സെയിം ആയിട്ട് അത് കൺവേർജൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എടുത്ത് എക്സ് എൻ ഈക്വൽ ടു 1 എടുത്തു. 1+1+1+1 ഇൻഫിനിറ്റിയെ കിട്ടുക, കൺവേർജൻ്റ് ആവില്ല. അപ്പോൾ 1/2 എടുത്താലും കൺവേർജൻ്റ് ആവില്ല. ഏത് നമ്പർ എടുത്താലും കൺവേർജൻ്റ് ആവില്ല എക്സെപ്റ്റ് 0 അല്ലാത്ത ഒരു നമ്പറിലും കൺവേർജൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ ദാറ്റ് സീരീസ് മസ്റ്റ് ബി കൺവേർജൻറ്റ് ഇഫ് ദി ടേംസ് ആർ ഈക്വൽ ടു 0. ഓൾ ടേംസ് ആർ ഈക്വൽ ടു 0. ഇവിടെ എല്ലാ ടേമും സെയിം ആണ്, അതുകൊണ്ടാണ് അത് 0 തന്നെയായിരിക്കും. ഫോർ മെഷർ ഓഫ് ഇ മസ്റ്റ് ബി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ഈ സെറ്റിൻ്റെ മെഷർ 0 ആണ്. അപ്പോൾ വളരെ രസകരമായ ഒരു റിസൾട്ടാണിത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു റിസൾട്ടിലേക്ക് വരാം. അതായത് നമ്മൾ ഇനി അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ഇക്വലൻസ് റിലേഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. Okay, let E be a non-empty subset of R. Define an equivalence relation tilde on E by x tilde y if and only if x minus y is a rational number. X related to y if and only if x minus y is a rational number. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇക്വലൻസ് റിലേഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിലുള്ള ഒരു റിലേഷന് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് 3 കണ്ടീഷൻസ്: റിഫ്ലെക്സിവിറ്റി, സിമെട്രി ആൻഡ് ട്രാൻസിറ്റിവ്. റിഫ്ലെക്സിറ്റിവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എക്സ് റിലേറ്റഡ് ടു എക്സ് ആയിരിക്കണം. എക്സ് റിലേറ്റഡ് ടു എക്സ് ആവണമെങ്കിൽ എക്സ് മൈനസ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. എപ്പോഴും ഏത് നമ്പർ എടുത്താലും എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. 0 ഈസ് എ റാഷണൽ നമ്പർ. ദോർഫോർ എക്സ് റിലേറ്റഡ് ടു എക്സ്. ഇനി എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ അർത്ഥം എന്താണ്? എക്സ് മൈനസ് വൈ ഈസ് എ റാഷണൽ നമ്പർ. എക്സ് വൈ മൈനസ് വൈ ഈസ് എ റാഷണൽ നമ്പർ ആണെങ്കിൽ വൈ മൈനസ് എക്സും എന്ത് തന്നെയായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് വൈ റിലേറ്റഡ് ടു എക്സ്. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ ഇംപ്ലൈസ് വൈ റിലേറ്റഡ് ടു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ സിമട്രിയാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട്. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു സെറ്റ്. നമുക്ക് കിട്ടേണ്ട എക്സ് റിലേറ്റഡ് ടു സെറ്റാണ്. എക്സ് റിലേറ്റഡ് ടു വൈ മീൻസ് എക്സ് മൈനസ് വൈ ഈസ് എ റാഷണൽ നമ്പർ. വൈ റിലേറ്റഡ് ടു സെറ്റ് മീൻസ് വൈ മൈനസ് സെറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് സെറ്റ് ഈസ് എ റാഷണൽ നമ്പർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് റിലേറ്റഡ് ടു സെറ്റ്. ദോർഫോർ ദിസ് റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ഓൺ ഇ. അത് ഈ ഏത് സെറ്റായാലും നമുക്ക് നോൺ എംപ്റ്റി സെറ്റിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇക്വലൻസ് റിലേഷൻ്റെ പ്രത്യേകത ഇറ്റ് പാർട്ടീഷൻ ദ സെറ്റ് ഇൻ ടു ഡിസ്ജോയിൻറ്റ് ക്ലാസസ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളായിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്യുന്നു ഏതൊരു ഇക്വലൻസ് റിലേഷൻ. സോ അവർ ഇക്വലൻസ് റിലേഷൻ ടിൽഡ ഡിഫൈൻഡ് ആസ് എബവ് പാർട്ടീഷൻ അവർ സെറ്റ് ഇ ഇൻ ടു ഡിസ്ജോയിൻറ്റ് ക്ലാസസ്. സച്ച് ക്ലാസസ് ആർ ഡിനോട്ടഡ് ബൈ ക്ലാസ് എക്സ്. ക്ലാസ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു മെമ്പറാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരുപാട് പോയിൻറ്റ്സ് അതിനകത്ത് ഉണ്ടാവും. ഒരു പോയിൻ്റാണെന്നൊന്നുമില്ല, ഒരുപാട് പോയിൻറ്റ്സ് ആ ക്ലാസ്സിലുണ്ടാവും. അതിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിന് നമ്മൾ നെയിം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്ലാസ് കണ്ടെയ്നിങ് എക്സ്, അത്ര അർത്ഥമുള്ളൂ. അതിനകത്ത് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി രണ്ട് ക്ലാസ്സുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ അവർ തമ്മിലുള്ള ഡിഫറൻസ് റാഷണൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആൻഡ് ക്ലാസ് ദർ ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആണെന്ന് എടുക്കും. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആൻഡ് ദർ ഇൻ്റർസെക്ഷൻ ഈസ് നോൺ എംപ്റ്റി. ദെൻ ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു ക്ലാസ് വൈ. ആ കേസിൽ നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയാലും സെയിം ക്ലാസ്
ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 2 പേര് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 2 പേരും ഡിഫറൻ്റാണ്, ആ കാര്യം ഇവിടെ നടക്കും. അപ്പോൾ അവർ പഠിക്കുന്ന ക്ലാസ്സിൽ ഇൻ്റർസെക്റ്റിംഗ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ സച്ച് ക്ലാസ് എക്സ് ഇൻ്റർസെക്ഷൻ ക്ലാസ് വൈ നോൺ എം ടി, അതിനർത്ഥം നമുക്ക് ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാകും. സെഡ് ഈസ് എ കോമൺ പോയിൻറ്റ്, സെഡ് എലമെൻറ്റ് ഓഫ് ക്ലാസ് എക്സ് ആൻഡ് സെഡ് എലമെൻറ്റ് ഓഫ് ക്ലാസ് വൈ. അതിനർത്ഥം സെഡ് മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സ് മൈനസ് സെഡ് ഈസ് എ റേഷണൽ നമ്പർ ആൻഡ് വൈ മൈനസ് സെഡ് ഈസ് എ റേഷണൽ നമ്പർ. അങ്ങനെയാണ് അവരുടെ ഡിഫറൻസ് എഗെയിൻ ഒരു റേഷണൽ നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൈ ഈസ് എ റേഷണൽ നമ്പർ. എക്സ് മൈനസ് വൈ ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ അതിനർത്ഥം എക്സ് റിലേറ്റഡ് ടു വൈ. അപ്പോൾ എക്സും ക്ലാസ് വൈയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 പേര് ഡിസ്റ്റിങ്ക്റ്റും അവരുടെ ക്ലാസ്സിൽ കോമൺ പോയിൻറ്റും ഉണ്ടെങ്കിൽ ആ 2 ക്ലാസ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുടെ കളക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പാർട്ടീഷൻ ചെയ്യാം. പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ് ആയിരിക്കും, ദർ യൂണിയൻ ഈക്വൽ ടു ഹോൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ പെയർ വൈസ് ഡിസ്ജോയിൻറ്റുമായിരിക്കും, ഹോൾ യൂണിയൻ ഇക്ക് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇ ക്യാൻ ബി റിട്ടേൺ ആസ് യൂണിയൻ ഓവർ എക്സ് എലമെൻറ്റ് ഓഫ് ഇ ക്ലാസ് എക്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇൻറ്റീജേഴ്സിനെ നിങ്ങൾ സെറ്റ് 2 എന്ന് പറയുന്ന ആക്കി മാറ്റേണ്ട. സെറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇതല്ല, ഒരു ഇക്വലൻസ് റിലേഷൻ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞത്. അവിടെ നിങ്ങൾ മോഡുലോ 2 എന്ന് പറയുന്ന ഇക്വലൻസ് റിലേഷനാണ് ഉപയോഗിച്ചത്. ഇനി ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കിട്ടി, ഈ എന്ന സെറ്റിൽ ക്ലാസ്സുകൾ കിട്ടി കുറേ യൂസിങ് എബവ് ഇക്വലൻസ് റിലേഷൻ ആൻഡ് ഡിഫൈൻ എ സെറ്റ് സി. അത് സ്ക്രിപ്റ്റ് ലെറ്റർ സി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഈ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ മെമ്പറിനെ ചോയ്സ് സെറ്റ് എന്ന് അതിനെ വിളിക്കാം. ഈ ഇക്വലൻസ് റിലേഷൻ കിട്ടുന്ന ചോയ്സ് സെറ്റിനെയാണ് സി എന്ന് വിളിക്കുന്നത്. സി ഈസ് എ ചോയ്സ് സെറ്റ് ഫ്രം അവർ ഇക്വലൻസ് റിലേഷൻ, എബവ് ഇക്വലൻസ് റിലേഷൻ. അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ പോയിന്റ് ചൂസ് ചെയ്യുന്നു. സി കൺസിസ്റ്റ് ഓഫ് ആൾ, അല്ലെങ്കിൽ സി ടേക്സ് എക്സാക്ട്ലി 1 പോയിന്റ് ഫ്രം ഈച്ച് ക്ലാസ് ഡിഫൈൻഡ് ബൈ ദ എബവ് ടിൽഡ റിലേഷൻ ഓൺ ഇ. ഇയിൽ പറഞ്ഞിട്ടുള്ള ഈ ടിൽഡ റിലേഷനിൽ കിട്ടുന്ന ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു പോയിന്റിനെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പോയിന്റിന് എടുക്കൂ, 2 പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യില്ല. അപ്പോൾ സിയുടെ പ്രത്യേകത, ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻ്റാണ് സിയിലുള്ളതെങ്കിൽ അവർ 2 പേരെ ക്ലാസ് ഡിഫറൻ്റ് ആയിരിക്കും. ക്ലാസ് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് മൈനസ് വൈ ഈസ് നോട്ട് എ റേഷണൽ നമ്പർ. ഓക്കെ, ഇനി എക്സ് എലമെൻറ്റ് ഓഫ് ഇ എന്ന് എടുത്തു. എക്സ് എലമെൻറ്റ് ഓഫ് ഇ ആണെങ്കിൽ ഈ എക്സ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കണ്ടാവും. ആ ക്ലാസ്സിന് ആ ക്ലാസ്സിൽ ചിലപ്പോൾ ക്ലാസ് എക്സ് തന്നെ ആവാം. ഈ ക്ലാസ് എക്സിലെ എക്സിനെ ചിലപ്പോൾ നമ്മൾ സിയിലേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല, ആ ക്ലാസ്സിലെ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും. അതിന് സി എന്ന് പേര് കൊടുത്താൽ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലാസ് സി ആണ്. എക്സ് എലമെൻറ്റ് ഓഫ് ക്ലാസ് സി മീൻസ് എക്സ് മൈനസ് സി ഈസ് എ റേഷണൽ നമ്പർ എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സിയിലുള്ള 2 പോയിൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അതിനർത്ഥം ആ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒരിക്കലും ഒരു റേഷണൽ നമ്പർ ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇയിലുള്ള ഏതൊരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ക്ലാസ് ഒരു പോയിൻ്റ് സിയിലുണ്ടാവും. ആ പോയിൻറ്റിൻ്റെ ക്ലാസ്സിലായിരിക്കും എക്സ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇക്വേഷൻ 1ൻ്റെ പ്രത്യേകത നോക്കാം. ഫ്രം 1 വി ക്യാൻ റീച്ച് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. ഫോർ എനി ലാംഡ സബ്സെറ്റ് ഓഫ് ക്യൂ, ലാംഡ പ്ലസ് സി ഈസ് ഡിസ്ജോയിൻറ്റ്. ദാറ്റ് കളക്ഷൻ ഈസ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ. ഇപ്പോൾ ക്യൂ ലാംഡ സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞ അർത്ഥം ലാംഡ ഈസ് ക്യാപിറ്റൽ ലാംഡ ഈസ് എ കളക്ഷൻ ഓഫ് റേഷണൽ നമ്പേഴ്സ്. അത് ഫൈനൈറ്റ് ആവാം. അപ്പോൾ 2 പോയിൻ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ ലാംഡയിൽ 1, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 + c 2 + c ഈ 2 സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ലാംഡ 1 1 ആണോ ലാംഡ 2 2 ആണോ എടുത്ത് 1 ≠ 2 ഇൻ ക്യാപിറ്റൽ ലാംഡ. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ 2ൻ്റെയും ക്ലാസ് ഡിസ്ജോയിൻ്റ് ആണെന്നാണ്. ഞാനത് ഡിസ്ജോയിൻ്റ് അല്ല എന്ന് പറയുന്നു. ലാംഡ 1 + c ഇൻ്റർസെക്ഷൻ ലാംഡ 2 + c നോൺ എം ടി ആണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് എ കോമൺ പോയിൻറ്റ്. സെഡ് എന്ന് കോമൺ പോയിൻറ്റ് പേര് കൊടുത്തു. ദാറ്റ് മീൻസ് സെഡ് എലമെൻറ്റ് ഓഫ് ബോത്ത് ക്ലാസ്സസ്, സെഡ് എലമെൻറ്റ് ഓഫ് ലാംഡ 1 + c ആൻഡ് സെഡ് എലമെൻറ്റ് ഓഫ് ലാംഡ 2 + c. ദാറ്റ് മീൻസ് ആദ്യത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ സെറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് സം ലാംഡ 1 + x എന്നും, സെക്കൻഡ് ക്ലാസ്സിലുണ്ടെങ്കിൽ സെറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ലാംഡ 2 + സം y എന്നും എഴുതാം. എക്സും വൈയും സിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെറ്റ് ഈക്വൽ ലാംഡ 1 + x ആൻഡ് സെറ്റ് ഈക്വൽ ലാംഡ 2 + y. എക്സ് മൈനസ് എച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് മൈനസ് ലാംഡ 1 ആൻഡ് സെറ്റ് മൈനസ് വൈ ക്യാൻ ബി റിട്ടേൺ ആസ് ലാംഡ 2. ജസ്റ്റ് ആഡ് ഇറ്റ്. അങ്ങനെയാകുമ്പോൾ എക്സ് മൈനസ് സെറ്റും പ്ലസ് സെറ്റും ക്യാൻസൽ ചെയ്തു. എക്സ് മൈനസ് വൈ ഈസ് എ റേഷണൽ നമ്പർ. എക്സ് മൈനസ് വൈ ഈസ് എ റേഷണൽ നമ്പർ മീൻസ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ്. എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് മീൻസ് ബോത്ത് ക്ലാസ്സസ് ആർ സെയിം. ക്ലാസ് എക്സ് ഈസ് ഈക്വൽ ടു ക്ലാസ് വൈ. പക്ഷേ സിയുടെ പ്രത്യേകത ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും തന്നെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എക്സും വൈയും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? എക്സും വൈയും സെയിം ആണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഈക്വൽ ടു സെറ്റ് കൊടുക്കുമ്പോൾ ലാംഡ 1 + x ഈസ് ഈക്വൽ ടു ലാംഡ 2 + x.
എക്സും എക്സും കട്ട് ചെയ്താൽ λ1 = λ2 വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ജോയിൻ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ സിയുടെ പ്രത്യേകത, നമ്മൾ ചൂസ് ചെയ്ത ഈ സിയുടെ പ്രത്യേകത റാഷണൽ നമ്പേഴ്സിൻ്റെ ഏത് സബ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കളക്ഷൻ മസ്റ്റ് ബി ഡിസ്ജോയിൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഈ സി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എക്സിസ്റ്റൻസ് ഓഫ് നോൺ മെഷറബിൾ സെറ്റുകൾ പ്രൂവ് ചെയ്യും.